അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ലഞ്ചിൻ്റെ റെസിപ്പീസാണ് കാണിക്കുന്നത്, നമ്മുടെ ഉച്ചയൂണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു ഈസി ആയിട്ടുള്ള ചെമ്മീൻ കറിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിഞ്ചിയുടെ റെസിപ്പിയും പിന്നെ ഒരു നാടൻ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ കറി റെഡിയാക്കി എടുക്കാം. ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 250 ml കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെള്ളം ഒഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറി നന്നായിട്ട് കുറുകിയിരിക്കും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട്. അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ചതിൻ്റെ ശേഷം നോക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയുടെ ജ്യൂസ് മാത്രമാണ് ഒഴിക്കുന്നത്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 തക്കാളി തന്നെ മതിയാവും ഇത്രയും കറിക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ കറി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഈ കറിയുടെ തേങ്ങയുടെ മിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെമ്മീൻ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെമ്മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇതാ നല്ല കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കണ്ട, ചെമ്മീന് അധികം വേവില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ചെമ്മീൻ കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട ശേഷം ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് പുളിഞ്ചി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 ചെറിയുള്ളി, ഇതെല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിഞ്ചി റെഡിയാക്കാം. അപ്പോൾ പുളിഞ്ചി റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ആ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി അതെല്ലാം നമ്മൾ പൊടിയായി അരിഞ്ഞതുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്ത ശേഷം ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ചട്ടിയിലാവുമ്പോൾ നന്നായിട്ട് പുക വരുന്ന കാരണം വീഡിയോ ക്ലിയർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചട്ടി മാറ്റിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പുളിഞ്ചിക്ക് അത്യാവശ്യം പുളി വേണം. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞിട്ട് അതിലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിയുടെ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര കരടുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ശർക്കര അങ്ങനെ കരടൊന്നുമില്ല, നല്ല ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി ഈ പുളിഞ്ചി ഒന്ന് വറ്റി വരണം. ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി, ഫുള്ളായിട്ട് അടക്കണ്ട. അങ്ങനെ നമ്മുടെ പുളിഞ്ചി ഇതാ നന്നായിട്ട് വറ്റി ശർക്കരയൊക്കെ മെൽറ്റായി നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി, ഒരുപാട് വറ്റിക്കണ്ട. കാരണം ഇത് ഇരിക്കും തോറും നല്ല കുറുകി വരും പുളിഞ്ചി. അപ്പോൾ ഈ ഒരു പാകമായാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം, ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കണം. നമ്മളിതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൂടെ ചെയ്യാം. കടുക് താളിക്കാൻ പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം അതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ പുളിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളിഞ്ചിയാണ്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പീസ് മീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള മീൻ എടുക്കുക, ഏത് മീനായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി മീനിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 ഉണക്കമുളക് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 7 വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 ചെറിയുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവ് കൂടുതലാവുമ്പോൾ മീനിന് നല്ല ടേസ്റ്റാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. പിന്നെ വലിയ ജീരകം, പിന്നെ സാധാരണ മുളക് പൊടി 1 ടീസ്പൂണ്, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മതിയാവും. ഇനി ഉപ്പ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയിൽ ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഓരോ മീനെടുത്തിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മീനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്ത് പുരട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്.
മീനിൽ നന്നായിട്ട് ഇതാ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മീനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിരിക്കും. അങ്ങനെ മീൻ ഒരു 10 മിനിറ്റ് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാ മീനും ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള മസാല ഒക്കെ മീനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീനിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പം ജസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ആ ക്യാബേജും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് 2 പിടി തേങ്ങ കൂടെ ഇട്ട് കൊടുക്കും ലാസ്റ്റിലായിട്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കും. പിന്നെ ഞാനൊരു 2 മുട്ട ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിൻ്റെ റെസിപ്പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെമ്മീൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയിഞ്ചി, അതുപോലെ ക്യാബേജ് തോരന്, പിന്നെ നമ്മൾ ഒരു പീസ് മുട്ട പൊരിച്ചതും ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.